ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സ്വന്തം റിയൽ ഗ്രീൻ ബോക്സ് ആണ്. അപ്പം ഇന്ന് നമ്മളുടെ ഒരു വിയറ്റ്നാം മെർലി പ്ലാവ് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യണത് കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മൾ ഈ പ്ലാവ് തിരിയിട്ടെങ്കിലും ഒരു ചക്ക പോലും നമുക്ക് ഈ പ്ലാവിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇത് ഏകദേശം ഒരു 3 വർഷമായി ഇതിപ്പോൾ നട്ടിട്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തിരിയിട്ടെങ്കിലും പിടിച്ചില്ല. പക്ഷേ ഇത്തവണ ഒരു 10ഓളം ചക്ക നമുക്ക് ഈ പ്ലാവിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഇത് വണ്ണം അധികമില്ലാത്ത പ്ലാവായതുകൊണ്ട് ആളുകൾ പറഞ്ഞ് കുറച്ച് പകുതി ചക്ക നിർത്തിയാൽ മതി, ബാക്കിയൊക്കെ കളയണമെന്ന് പറഞ്ഞാണ്. പക്ഷേ നമ്മുടെ ആ ഒരു കൊതി കൊണ്ടായിരിക്കാം മുഴുവനും ഞാനത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ചക്കയുടെ വലിപ്പം കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ മുള്ള് വരുന്ന ഈ ചക്ക ഇപ്പോൾ ഇത് എടുക്കാറായിട്ടുണ്ട്, അത്ര ആയിട്ടുള്ളൂ. അതിന് വലിപ്പം കുറവാണ്. അത് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം നമ്മളത് ഇത്രയും നിർത്തിയതുകൊണ്ട്. അപ്പോൾ അത് പ്ലാവിൽ തന്നെ കിടന്ന് പഴുക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനത് നിർത്തിയേക്കുന്നത്. പിന്നെ ചക്ക തിരിയിട്ട് കഴിഞ്ഞാൽ പിടിക്കുന്ന തിരി എന്ന് പറയുന്നത് ഇതേപോലെ ഈ തിരിയുടെ മുകളിൽ റൗണ്ട് പോലെ ഉണ്ടാവും. അങ്ങനെയുള്ള തിരികളാണ് നമ്മൾ വലിയ ചക്കയാകുന്നത്. ബാക്കിയുള്ള കൊഴിഞ്ഞു പോകാനുള്ള പതിവ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഗ്രാവൽ ചെമ്മണ്ണടിച്ച സ്ഥലത്താണ് നട്ടിരിക്കുന്നത്. ഉണ്ടാക്കി ഇത് കൊഴിഞ്ഞു പോയ തിരികളാണ്. പിന്നെ ഈ വളം ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ടതായിരുന്നു, എന്നാലേ എനിക്ക് തോന്നുന്നു ചക്ക വലിപ്പം കിട്ടിയാനേന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ റിയൽ ഗ്രീൻ ബോക്സ് ചാനലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ബൈ.